സ്ഥാനത്തിട്ടിട്ട് ഇവിടെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയത് ഈ ഒരു വർത്തമാനം പറയുന്നതിന് വേണ്ടിയാണോ? ഹബീബായ നബി തങ്ങളെ നാശിപ്പിക്കാൻ വേണ്ടി നബി തങ്ങളെ നാശത്തിന് ദുആ ചെയ്തുകൊണ്ട്, ഹബീബായ നബി തങ്ങളെ നാശിപ്പിക്കാൻ വേണ്ടി നബി തങ്ങളെ നാശത്തിന് ദുആ ചെയ്തുകൊണ്ട് പ്രവാചകനെതിരെ പ്രതികരിച്ചപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബാ മാ അഗ്നാ അൻഹു മാലുഹു വമാ كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചുറ്റുമൂലയിൽ കൂടി ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കുമ്മനം ഉസ്താദിൽ ഓർമ്മപ്പെടുത്താനുള്ളത് 1400 വർഷം മുമ്പ് നടന്ന ചരിത്രമാണ്. ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ടതാകുന്ന ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകന്റെ തിരുചാരത്തേക്ക് ഖുർആനിന്റെ ആയത്തിറങ്ങിക്കൊണ്ട് അവിടുത്തെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് സ്വർഗത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണേ, സ്വർഗത്തെ പരിചയപ്പെടുത്തി കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ സന്തോഷത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ പ്രവാചകൻ അബൂ ഖുബൈസ് മലയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ജനങ്ങളെ വിളിക്കുകയാണ്. യാ ബനൂ ഫിഹർ വയാ ബനൂ അദിയ. അല്ലയോ അദിയ ഗോത്രമേ, അല്ലയോ ഫിഹർ ഗോത്രമേ, എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ദൂതനാ. ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ലോകത്തിന്റെ നായകനാണ്, നായകനാണ്. എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളെയും പടച്ചറപ്പ് പടക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. ഹബീബായ നബി തങ്ങൾ ആ പാമരരാകുന്ന ജനങ്ങളോട് പറഞ്ഞത് ഇന്നീലക്കും നദീറും മുബീൻ, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. പക്ഷേ ദീനീ പ്രബോധനം വെറുത്തുകൊണ്ട് ദീനീ പ്രബോധനത്തിനെതിരായി കൊണ്ട് ആദ്യമായി കടന്നു വന്ന വ്യക്തി അബൂ ലഹബാണ്. റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. നബി തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, തബ്ബല്ലക യാ മുഹമ്മദൂ, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് അബൂ ലഹബ് പറയേണ്ട താമസം ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അബൂ ലഹബ് തുലയട്ടെ, അബൂ ലഹബ് നശിക്കട്ടെ. ഈ ലോകത്തെ ഇസ്ലാമിക ശരീഅത്തിനെതിരെ ആരൊരുവൻ വാണോങ്ങിയ ഏക സിവിൽ കോഡിനെതിരെ ശക്തമായിട്ട് ഉന്നയിക്കുന്ന വാദിയതികൾ ഉലമാക്കൾ ശക്തമായിട്ട് തീരരുതി കളയുമ്പോ ഈ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉമ്മർ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാ, ഏക സിവിൽ കോഡ് അംഗീകരിച്ചു തരൂല, ഏക സിവിൽ കോഡ് അംഗീകരിച്ചു തരൂല. എന്തേ കാരണം? ഇത് നബി തങ്ങളുടെ ശരീഅത്താണ്, ഇത് റസൂലുള്ളാഹിന്റെ മാത്രം ശരീഅത്തല്ല. ഇത് നൂഹ് നബിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതായ പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്താണ്. ആ കാലഘട്ടം മുതൽ ആദം നബിയുടെ കാലഘട്ടം മുതൽ ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടം വരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തിനെ വികലമാക്കാനോ ഈ പരിശുദ്ധ ശരീഅത്തിനെ മാറ്റിമറിക്കാനോ ഒരാളെയും സമ്മതിച്ചിട്ടില്ല. ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സമുദായത്തെ ക്ഷണിച്ചുകൊണ്ട് കുടുംബക്കാരെ ദീനിലേക്ക് സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിക്കുമ്പോ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ടൊരു ശബ്ദമാണ്, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ, നശിക്കട്ടെ. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ചതാകുന്ന അബൂ ലഹബിനെതിരെ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന
നയിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ പടച്ചറപ്പ് തന്നെ അബൂലഹബിനെതിരെ ശക്തമായി ആയത്തിറക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. നശിക്കട്ടെ എന്ന് മാത്രമല്ല, വതബ്ബ, നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. പിന്നീട് നശിക്കുമെന്നല്ല പറഞ്ഞത്, പിന്നീട് നശിക്കുമെന്നല്ല പറഞ്ഞത്. വാക്കിന്റെ അർത്ഥങ്ങളെ വ്യക്തമായ രീതിയിൽ അറിയാവുന്ന ഉസ്താദുമാരിവിടെ ഉണ്ട്. നശിച്ചു കഴിഞ്ഞു, നശിച്ചു, ഇതോടുകൂടി നശിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദീനീ പ്രബോധനം നടത്തുന്ന ഉലമാക്കൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, മതപ്രബോധനം നടത്തുന്നതാകുന്ന സാലിഹീങ്ങൾക്കെതിരെ, ദീനിന്റേതാകുന്ന ശിആറുകളെ ഉയർത്തിക്കാട്ടുന്ന സമ്മേളനങ്ങൾക്കെതിരെ മോശപ്പെട്ടതാകുന്ന വാക്കുകൾ പറയുന്ന മുസ്ലിം സമൂഹമേ, ചുമരെഴുത്ത് നടത്തുന്ന സഹോദരങ്ങളെ, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മോശപ്പെട്ട കമന്റുകൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ അവഹേളിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട സ്വന്തം സഹോദരിയാകുന്ന അയൽവാസിനികളാകുന്ന സഹോദരിമാരെ കുറിച്ച് പോലും മോശപ്പെട്ട അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് ഇല്ലായ്മത്തരം പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആദ്യമായി ആക്ഷേപം ചൊരിഞ്ഞതാകുന്ന അബൂലഹബിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബ് നശിച്ചട്ടെ, അബൂലഹബ് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അബൂലഹബ് ഭൂമുഖത്ത് ഒരുമിച്ച് കൂട്ടിയതാകുന്ന കോടാനുകോടി ദീനാറുകൾ അവന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യൂല, അവന്റെ ജീവിതത്തിൽ അവനെ രക്ഷപ്പെടുത്തൂല. ദുനിയാവിലെ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിലും അബൂലഹബ് രക്ഷപ്പെടൂല എന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ആയത്തിറക്ക എവിടെ കൊണ്ടെത്തിച്ചു? അവനെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അല്ലാഹുവിനെ എത്തിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ, സയസ്ലാ നാറൻ ദാത ലഹബ്. അവന്റെ പേര് പോലെ തന്നെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലേക്ക്, തീനാളങ്ങളാകുന്ന നരകത്തിലേക്ക് അവനെ നാം ചേർക്കുമേ, ചേർക്കുമേ. പിന്നീട് നാം അവനെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലേക്ക് എത്തിക്കുമേ, എത്തിക്കുമേ. പരിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ പ്രവാചക പൊങ്കവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കല്ലുമുളിച്ചെടികൾ വാരി വിതറിയതാകുന്ന പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ ശത്രുത വെച്ചതാകുന്ന പ്രവാചകന്റെ മൂത്തുമ്മയാകുന്ന ഹമ്മാലത്ത് എന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അബൂലഹബിന്റെ ഭാര്യയാകുന്ന വിറക് ചുമക്കുന്നതാകുന്ന പെണ്ണിനും നരകത്തിലാണെന്ന്, നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് സംഭവിച്ചതാ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തപ്പോൾ സംഭവിച്ചതാ. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ ആയത്തെടുത്തു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വിഷമം സംഭവിച്ചാലും ആ വിഷമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കി നോക്ക്. അപ്പോഴൊക്കെ അല്ലാഹു ആയത്ത് അടിക്കടി റസൂലുള്ളാഹിന്റെ വിവാഹം കഴിഞ്ഞു, സൈനബാവിയും ഒത്തിട്ട് വിവാഹം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരുടെ പേര് ഒരു പക്ഷേ നമുക്ക് പരിപൂർണമായി അറിയൂല. റസൂലുള്ളാഹിന്റെ മക്കളെ കുറിച്ച് പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ സഹധർമ്മികളെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ കയ്യിലേക്ക് മകനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ, പ്ലസ് ടു പഠിക്കുന്ന മകൾ, നല്ല വിദ്യാഭ്യാസമുണ്ട്, ബോധമുണ്ട്, വിദ്യയുണ്ട്, വിവേകമുണ്ട്, തന്റെ ഇടമുണ്ട്, നല്ല പക്വതയുണ്ട്. ആ മക്കളുടെ കയ്യിലേക്ക് ഒരു പുസ്തകം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെന്ത് പ്രവാചക സ്നേഹം! നമ്മൾ മൗലിദുകൾ ചെല്ലുന്നു, പ്രവാചകന്റെ പേരിൽ നമ്മൾ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവ്, പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ചുള്ള എണ്ണം, പ്രവാചകന്റെ മക്കളെ കുറിച്ചുള്ള എണ്ണം പോലും നമുക്കറിയാത്തൊരവസ്ഥ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിവാഹം കഴിച്ചു. ഒന്നല്ല, പ്രവാചകൻ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 2 പേരാണ്, 9 പേരാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 9 ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന സൈനബാവി വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രിയുടെ സുദിനമാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാർക്ക് പ്രവാചകൻ വലീമത്ത് സൽക്കാരം നടത്തി. വലീമത്ത് സൽക്കാരം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് സഹാബത്തെ കിറാൻ പോകുന്നില്ല. അവർ റസൂലുള്ളാഹിക്ക് നേരം പോക്കാകൂല്ലോ എന്ന് കരുതി കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഇരുന്നു.
സമയം അല്പം വൈകിപ്പോയി. റസൂലുള്ളാഹിന്റെ മനസ്സ് വിഷമിച്ചു. കാരണം എന്താ? അതിഥികളെ സൽക്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇവരെ പറഞ്ഞു വിടും? ആതിഥേയ മര്യാദ അനുസരിച്ച് പോകാൻ വേണ്ടി എങ്ങനെ പറയും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുള്ള കാരുണ്യമല്ലേ ലോകത്തിന്റെ നായകൻ? അതുകൊണ്ടല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തുള്ള സർവ്വ ആളുകൾക്കും കാരുണ്യമെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. ലോകത്ത് ഒരാളെയും ഒരു വ്യക്തിയും പരിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകരെയും ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതായി കാണാൻ പറ്റൂല. ഞാനതൊക്കെ ജുമാ ഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ, ലോകത്തുള്ള സർവ്വ ആളുകൾക്കും കാരുണ്യം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമായതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എങ്ങനെ പറയുമെന്ന് ലജ്ജിച്ചുകൊണ്ട് പ്രവാചകൻ മിണ്ടാതിരുന്നു. എണീറ്റ് പോകാൻ പ്രവാചകൻ പറഞ്ഞില്ല. അല്പനേരം നീണ്ടുപോയി. മനസ്സൽപ്പം വിഷമിച്ചുപോയി. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഉടനടി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങാൻ. ഞാൻ ഈ ആയത്തൊക്കെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്? ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകന്റെ പ്രേമത്തെ കുറിച്ച്, പ്രവാചകനെ സ്നേഹിച്ചതിനെ കുറിച്ച് പറയാനുള്ള സമയത്ത് പോലും ഞാൻ എന്തിനു വേണ്ടി ഈ ആയത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഓതിക്കേൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ, അള്ളാഹു നമ്മുടെ പ്രവാചകനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് വിശുദ്ധ ഖുർആൻ മുഖേന ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഉടനെ തന്നെ ആയത്തിറക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അയ്യുഅദന ലക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ കടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവരൊരു മറ്റൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അനുവാദം വാങ്ങണം എന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോയാലും അനുവാദം വാങ്ങണം. ഇതാണ് പരിശുദ്ധ ശരീഅത്തിന്റെ നിയമം. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പിന്നെന്തിനാ ഞാൻ അനുവാദം വാങ്ങുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അനുവാദം വാങ്ങണം. റസൂലുള്ളാഹി ചോദിച്ചു, അതുരീദു അൻ തറാ ഉമ്മക ഉരിയാന, നിന്റെ ഉമ്മ നഗ്നയായി നിൽക്കുന്നത് കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, അവരൊരു പക്ഷെ തുണിമാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കും നീ കടന്നു ചെല്ലുക. അതുകൊണ്ട് വീട്ടിൽ കടന്നു ചെല്ലുമ്പോ പെട്ടെന്ന് വാതിൽ തുറന്ന് നീ കടന്നു ചെല്ലരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഒരുപാട് മാതൃകയാണ് പ്രവാചകന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് ഓതി കൊടുക്കുന്നു. അല്ലാഹു പ്രവാചകരെ സ്നേഹിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറക്കിക്കൊണ്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ അനുവാദം കൂടാതെ കടക്കാൻ പാടില്ല. മാത്രമല്ല, വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, ക്ഷണിച്ചാൽ നിങ്ങൾ പോകുകയും വേണം. ഒരാൾ ക്ഷണിച്ചു, കല്യാണത്തിന് ക്ഷണിച്ചു, ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ പറ്റുമെങ്കിൽ ഉടനെ തന്നെ പറയണം, ഇൻഷാ അല്ലാഹ് ഞാൻ എത്തും എന്ന് പറയണം. പറ്റൂല എങ്കിൽ അപ്പോൾ തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറിയ ഉറപ്പ് കൊടുക്കണം. ഞാൻ വരുമെന്ന് ക്ഷണം സ്വീകരിച്ചതിന് ശേഷം പോകാതിരിക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാലല്ല. വിശുദ്ധ ഖുർആനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ വഇദാ തുഇംതും ഫന്തശിറൂ. നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു ചെല്ലണേ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകണേ എന്ന് വിശുദ്ധ ഖുർആൻ. വഇദാ തഅമുതും ഫന്തശിറൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാലോ നിങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകണേ. സൈനബ ബീവിയുടെ കല്യാണം കഴിഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് സൽക്കാരം നടത്തിയിട്ട് ആ സൽക്കാരം കഴിഞ്ഞ് പോകാത്തതിന്റെ പേര്